അവിടുത്തെ DCC അധ്യക്ഷൻ തങ്കപ്പൻ 554 വോട്ടിന്റെ ലീഡ് നേടിയിട്ടുണ്ട്. തൃക്കരിപ്പൂരിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. സന്ദീപ് വാര്യർ ഏതാണ്ട് 10,000 വോട്ടുകൾക്ക് പുറകിലാണ്. VPP മുസ്തഫ ഒരു ഘട്ടത്തിൽ ശേഷമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പിന്നോട്ട് പോകുന്നത് എന്നതാണ്. അരുവിക്കരയിൽ ഭൂരിപക്ഷം കുറഞ്ഞു. ഇപ്പോൾ LDF മുന്നിൽ വന്നിരിക്കുന്ന 487ലേക്ക്. നേരത്തെ വിജയിച്ച സ്ഥലങ്ങളിൽ വമ്പൻ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു. വലിയ മത്സരം നേരിട്ടെടുത്ത് നേരിയ മാർജിനിലേക്ക് നിർത്തുന്നു. സജിത്ത്, ഇതുവരെയുള്ള റൗണ്ടുകൾ എണ്ണി നോക്കുമ്പോൾ ചേലക്കര മാത്രമാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആധികാരിക ജയം എന്ന് പറയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 15,000-ലധികം വോട്ടിന്റെ ഒരു മെജോറിറ്റി ചേലക്കരയിലുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഇടതുമുന്നണിക്ക് അവകാശപ്പെടാൻ പറ്റുന്ന വിജയങ്ങളിലേക്ക് പോകുന്നില്ല. മുരളീധരൻ ലീഡ് ചെയ്യുന്നു 652 വോട്ടുകൾക്ക്. ശക്തമായ ത്രികോണ മത്സരം നടന്ന വട്ടിയൂർക്കാവിൽ ഈ ഇരവിപുരവും ഒരു അട്ടിമറിയുടെ സൂചന തന്നെ പങ്കുവെക്കുന്നുണ്ട്. കാരണം UDF-ന് 2374 വോട്ട് ലീഡുണ്ട്. ഇരവിപുരം ഒരു അടിയുറച്ച CPM മണ്ഡലം എന്ന് കരുതിയതാണ്. ഒരുപക്ഷെ ഇപ്പൊ കൗണ്ട് ചെയ്യുന്നത് ഏത് റൗണ്ട് കൊല്ലം കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. UDF-നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ആ കോർപ്പറേഷൻ UDF-ന് ലഭിച്ചത്. അപ്പോൾ കൊല്ലത്ത് ഇത്തവണ എവിടെയും എന്ത് സംഭവിക്കാമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് എന്ന് തോന്നുന്നു. രമേശ് പിഷാരടി ഇപ്പോൾ 1463 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ അത് രമേശ് പിഷാരടി പാലക്കാട് വിജയം ഏതാണ്ട് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഷിബു തെക്കുംപുറം ഇപ്പോൾ 3000 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഒരുപക്ഷെ എറണാകുളം ജില്ലയിലെ മറ്റു കോട്ടകളിൽ ഒക്കെ എന്ത് സംഭവിച്ചാൽ പോലും കോതമംഗലം സേഫ് എന്ന് പൊതുവെ വിലയിരുത്തിയിരുന്നു. അവിടെയാണ് ഷിബു തെക്കുംപുറം 3000 വോട്ടിന് മുന്നിൽ നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അവിടെ പ്രവർത്തകരുമായി ആഹ്ലാദം പങ്കിടുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. ഇന്ദിരാഭവനിൽ പ്രവർത്തകർ വന്ന് നിറയുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്തായാലും ആ സീറ്റിൽ നിന്ന് എണീറ്റ് വിജയമാണ്. വിജയം തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി ക്ലെയിമിലും സതീശനെ വരാൻ തൽക്കാലം മറ്റൊരു വോയിസ് ഇല്ല. ഒരുപക്ഷെ 80ക്ക് താഴെയോ അല്ലെങ്കിൽ ഒരു നാരോ എഡ്ജിലുള്ള മാർജിനോ ഒക്കെ ആയിരുന്നു. അവിടെ രഞ്ജിത്ത് പറഞ്ഞ കോൺഗ്രസിന്റെ കണക്കുണ്ടല്ലോ 61 സീറ്റ് എഴുതുക. അത് നിസ്സാരമല്ല. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എത്രത്തോളം സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുമെന്നതാണ് ആ വിജയത്തെ ആധികാരികമാക്കുന്നത്. തമിഴ്നാട്ടിൽ TVK 100 കടക്കുന്നു. 100 സീറ്റിൽ TVK. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയം UDF-ന് അനുകൂലമാണ്. UDF-ന്റെ വമ്പൻ തിരിച്ചുവരവാണ് സംഭവിക്കുന്നത്. 10 വർഷത്തിന് ശേഷം വമ്പൻ